ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഗ്രനോളയുടെ റെസിപ്പി ആയിട്ടാണ്. ഓട്സൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കൊടുക്കണമെങ്കിലോ ഇത് കുറച്ചുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലൊഴിച്ചിട്ടൊക്കെ നമുക്കിത് കൊടുക്കാൻ പറ്റും. ഗ്രനോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഇനി ഓട്സ് ചേർത്ത് കൊടുക്കാം. ഓട്സ് എടുക്കുമ്പോൾ തീരെ പൊടിയായിട്ടുള്ള ഓട്സ് എടുക്കാതെ കുറച്ച് വലുതായിട്ട് കിട്ടുന്ന ഓട്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. റോൾഡ് ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ബൗളിലേക്ക് ഞാനൊരു 3 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം തേൻ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് മധുരത്തിലല്ല ഞാൻ റെഡിയാക്കുന്നത്, അത്യാവശ്യം കുറച്ച് മാത്രം മധുരത്തിലാണ്. പിന്നീട് നമ്മൾ ഇതിലേക്ക് റൈസിൻസൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു മധുരവും കിട്ടും. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. 1/2 കപ്പിലും കുറവായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്ത ചേർത്തിട്ടുണ്ട്, കുറച്ച് ആൽമണ്ടും കാഷ്യൂ നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നട്ട്സ് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ചിയാ സീഡ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന ഈ നട്ട്സ് ആയാലും സീഡ്സ് ആയാലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങളുടെ അടുത്തുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലാക്സ് സീഡും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് കുറച്ച് മാത്രം ഒരു 2 നുള്ളൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറുകപ്പട്ടയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മോയ്സ്ചറായിട്ടിരിക്കണം. ആ രീതിയിൽ വേണം ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ഹണിയോ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിലും താഴെയാണ് ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം, ഓവൻ ഇല്ലാത്തവർക്ക്. ഓവൻ്റെ ആ ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തേക്കും അങ്ങ് നിരത്തി കൊടുക്കാം. 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റൊക്കെയാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒരു 1-2 പ്രാവശ്യം ഒരു 10 മിനിറ്റൊക്കെ കൂടുമ്പോൾ തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നിരത്തിയിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് 8-9 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരേപോലെ ഇതൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. പാനിൽ ചെയ്യുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആകുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അങ്ങനെ ഓവനിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു തവണ കൂടി ഇതുപോലെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചൊക്കെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ ആകുമ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടും. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന നട്ട്സൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ചൂട് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുപ്പും ഗോൾഡനും റൈസിൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കിവി ഒന്ന് ഡ്രൈഡ് ആയിട്ടുള്ള കിവിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആപ്രിക്കോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലരൊക്കെ ഇതിൽ നമ്മൾ ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തേങ്ങാക്കൊത്തും ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ചേർത്തിട്ടില്ല. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചൂട് കുറച്ചൊന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് റൈസിൻസൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറിയ പാലോ അല്ലെങ്കിൽ തണുത്ത പാലോ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇത് ഈവനിങ്ങിൽ കുട്ടികൾക്ക് സ്നാക്കായിട്ട് വേണമെങ്കിലും കൊടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്